സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ തുടർഭരണം സാധ്യമാകൂവെന്ന് CPM സംഘടനാ റിപ്പോർട്ട്. ചുമതലകൾ നിർവഹിക്കാത്തതുകൊണ്ടാണ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് വലിയ തുക ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്ത പ്രവർത്തകരും നേതാക്കളും പ്രതിസന്ധിയുണ്ടാക്കി. മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. അതീവ ജാഗ്രത പുലർത്തണമെന്നും പ്രവർത്തന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 2 മണിക്കൂറോളം എടുത്താണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത്. തെറ്റിത്തിരുത്തൽ പ്രക്രിയ പാർട്ടിയിൽ പൂർണ്ണമായിട്ടില്ല. അടിമുടി തിരുത്തൽ അനിവാര്യമുള്ളിടത്ത് അത് വേഗത്തിൽ നടപ്പാക്കണമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പുതിയ കേഡർമാർക്ക് സംഘടനാ പഠനത്തിന്റെ അഭാവമുണ്ട്. സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത പാർട്ടി അംഗങ്ങളും നേതാക്കളുമുണ്ട്. സർക്കുലർ നൽകിയിട്ടും പലരും പണം തിരിച്ചടച്ചില്ല. കോടികൾ ഇങ്ങനെ തിരിച്ചു കിട്ടാനുള്ളത് കൊണ്ട് സഹകരണ ബാങ്കുകൾ പലതും പ്രതിസന്ധിയിലാണ്. വലിയ തുക ലോൺ എടുക്കുന്നവർ ഉപരി കമ്മിറ്റിയുടെ അനുമതി വാങ്ങണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിന്റെ ഭാഗമായി. LDF കൺവീനറായി സജീവമല്ലാത്തതുകൊണ്ടാണ് EP ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. എന്നാൽ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തുടർച്ചയായി വിവാദങ്ങൾപ്പെടുന്ന സജി ചെറിയാനുള്ള മുന്നറിയിപ്പും റിപ്പോർട്ടിലുണ്ട്. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് സജി ചെറിയാനോട് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. CPM വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPയിലേക്ക് ചോർന്നുവെന്നും ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും പ്രവർത്തന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ സർക്കാരിലും പാർട്ടിയിലും ഉണ്ടായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിമർശനവും സ്വയം വിമർശനവുമെല്ലാം MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ആ വിമർശനങ്ങളെ സമ്മേളന പ്രതികൾ എങ്ങനെ കാണും എന്നുള്ളത് നാളെ മറ്റന്നാളുമായി അറിയാൻ കഴിയും. കൊല്ലത്ത് നിന്ന് സേഫ് സൈനുൽ അബ്ദീൻ, മീഡിയ 1.